സയൻസ് വ്ളോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കൂടെ വാ, ഇന്നൊരു കാര്യം കാണിച്ചു തരാം നിങ്ങൾക്ക്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കാണുമ്പോൾ, യൂട്യൂബിലൊരു വീഡിയോ കണ്ടപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് രണ്ട് ചേച്ചിമാരായിട്ട് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പ്ലാസ്റ്റിക് പറക്കാനായിട്ട് മാസത്തിൽ ഒന്നോ രണ്ടോ തവണയായിട്ട് വരുമല്ലോ. പ്ലാസ്റ്റിക് പറക്കാനായിട്ട് ചേച്ചിമാർ വരുമല്ലോ. അവർക്ക് എത്ര രൂപ, 50 രൂപ 100 രൂപയാണ്ട് കൊടുക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ പ്ലാസ്റ്റിക് മാത്രമേ അവർ എടുക്കുള്ളൂ, വേറെ വേസ്റ്റുകളൊന്നും എടുക്കില്ല. എടുക്കുന്നതിന് നമ്മളവർക്ക് പൈസയും പേ ചെയ്യണം. അങ്ങനൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അതിനെതിരെ ആ പുള്ളിക്കാരൻ പ്ലാസ്റ്റിക് ഒന്നും ആൾ മേടിക്കുന്നില്ല. അതായത് എനിക്ക് പ്ലാസ്റ്റിക് തരാനില്ലെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ പൈസ കൊടുക്കണമെന്നാണ് ആൾ അതിനകത്ത് സംസാരിക്കുന്നത്. ജെന്യുവനായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്കും തോന്നി. അപ്പം ഞാനത് കണ്ടപ്പോൾ, ഞാനിപ്പോൾ ഷിരിഡിയിലാണ്. നമ്മുടെ ഇവിടുത്തെ സംവിധാനം എന്താണെന്ന് നമ്മുടെ സുഹൃത്തുക്കളോടൊന്ന് പറയാം, നമ്മുടെ വീഡിയോ കാണുന്നവരെ ഒന്ന് അറിയിക്കാം എന്നും കൂടെ കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വേറൊന്നുമില്ല, ഇവിടുത്തെ സംവിധാനം എന്ന് പറയാനായിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് ഒരുക്കിയിരിക്കുന്ന സംവിധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വച്ഛ് ഭാരത് എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ഇവിടെ വണ്ടിയിൽ ബാക്കിൽ 2 വിങ് ഉണ്ട്. അതിനകത്ത് ഒരു സൈഡിൽ പ്ലാസ്റ്റിക് വേസ്റ്റ്, ഒരു സൈഡിൽ ഫുഡ് വേസ്റ്റ്, അങ്ങനെയാണ് വരുന്നത്. എല്ലാ ദിവസവും വരും അവർ വന്ന്. അതിനകത്ത് ഡ്രൈവർ കൂടാതെ ഒരു ചേച്ചിയും അതിനകത്തുണ്ടാവും. അപ്പോൾ അവരുടെ പേയ്മെൻറ്റും മറ്റു കാര്യങ്ങളെല്ലാം ഗവൺമെൻറ് തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് 10 പൈസ അതിനകത്ത് നമുക്ക് ചിലവില്ല. നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് ഇടണം, ഫുഡ് വേസ്റ്റ് സെപ്പറേറ്റ് ഇടണം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. എന്നാൽ പ്ലാസ്റ്റിക് മാത്രമല്ല, കടലാസിൻ്റെ വേസ്റ്റ് ആണെങ്കിലും, ഇപ്പോൾ നമുക്ക് കുട്ടികളുടെ ഡയപ്പർ, മറ്റെന്ത് വേസ്റ്റ്, പൊട്ടിയ ചില്ലിൻ്റെ കഷ്ണങ്ങളുണ്ടെങ്കിലോ അങ്ങനത്തെ എന്ത് വേസ്റ്റ് ആണെങ്കിലും നമുക്ക് ഇടാം. പക്ഷേ ഫുഡ് വേസ്റ്റ് മാത്രം സെപ്പറേറ്റ് ഇടണമെന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് പരിമിതികളൊന്നും അവർ വെച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സിസ്റ്റം എന്താണെന്ന് വീഡിയോ ചെയ്യുന്നതിനെക്കാട്ടി മുൻപ് ഞാനൊരു കാര്യം നമ്മുടെ സുഹൃത്തുക്കളോട് ഞാൻ പറയുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന നമ്മുടെ എല്ലാ സുഹൃത്തുക്കളോടും എൻ്റെ ഒരു വലിയ റിക്വസ്റ്റാണ്, ഒരു സബ്സ്ക്രിപ്ഷൻ. നിങ്ങളുടെ ഓരോരുത്തരുടെയും സബ്സ്ക്രിപ്ഷൻ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പുതിയ ചാനലാണ്, വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മാത്രമേ നമ്മുടെ ചാനലിനുള്ളൂ. നിങ്ങളുടെ ഒരു സബ്സ്ക്രിപ്ഷനും ലൈക്കും ഷെയറും കമൻസും ഒക്കെ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. എനിക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാനും ഒന്നും മറക്കരുത്. ഇതാണ് ഇന്ന് നമുക്ക് കൊടുക്കാനുള്ള വേസ്റ്റ്. ഇതിനകത്ത് പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ട്, കടലാസ് ബോക്സ് ഉണ്ട്, പിന്നെ എന്താ പറയുക, ഫുഡ് വേസ്റ്റ് ഒന്നുമില്ല കേട്ടോ ഇന്ന് നമുക്ക് കൊടുക്കാനായിട്ട്. പിന്നെ ഇതിനകത്ത് ചില്ലിൻ്റെ ഒരു ഗ്ലാസ് പൊട്ടിയതുണ്ട്, പൊട്ടി ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. പിന്നെ എന്താ ഇട്ടിരിക്കുന്നത്, ഒരു ബൾബ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളായിട്ടാണ് നമ്മൾ ഇന്ന് വേസ്റ്റ് കൊണ്ടിടാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ വേസ്റ്റ് വണ്ടി വരുന്നത്, സ്വച്ഛ് ഭാരതിൻ്റെ വേസ്റ്റ് വണ്ടി വരുന്നത് ഇതാണ്. ഇതിനകത്ത് ചേച്ചി ഉണ്ടാവും, ഒരു ഡ്രൈവർ ഉണ്ടാവും. അപ്പോൾ ഇതിനിപ്പോൾ കാണുന്നത്, ഈ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ ഈ കാണുന്ന ഈ ഭാഗത്ത് നമ്മൾ മൊത്തം കടലാസ്, പ്ലാസ്റ്റിക് അങ്ങനെയുള്ള വേസ്റ്റുകൾ ഇടുന്നതാണ്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് നമുക്ക് ഫുഡ് വേസ്റ്റ് വരുന്നത്. കണ്ടോ, എത്ര നല്ല സംവിധാനമാണെന്ന് നോക്കിയേ. 10 പൈസ നമുക്ക് ഇതിനകത്ത് ചിലവ് വരുന്നില്ല. എല്ലാം ഗവൺമെൻറ് ആണ് ഇതിൻ്റെ പൈസ എല്ലാം, പേയ്മെൻ്റ് എല്ലാം ചെയ്യുന്നത് ഗവൺമെൻറ് സംവിധാനമാണ്. ഇപ്പുറത്തെ സൈഡിൽ ഫുഡ് വേസ്റ്റ് ഇടും. ഇത്രയേ ഉള്ളൂ. ഇവരെല്ലാ ദിവസവും വരും. മാസത്തിൽ 1, 2, 3 തവണയില്ല, എല്ലാ ദിവസവും മോർണിംഗിൽ വരും. എല്ലാവരും കണ്ടോ ഫുഡ് വേസ്റ്റ് ഇട്ടിട്ട് തിരിച്ചു പോകുന്നു. നമ്മൾക്കിൻ്റെ കയ്യിൽ നിന്ന് പേയ്മെൻ്റ് ഒന്നും മേടിക്കുന്നില്ല. എത്ര നല്ല സംവിധാനമാണെന്ന് നോക്കി. നമ്മുടെ കേരളത്തിലുള്ള ആ ഒരു സംവിധാനം പേയ്മെൻറ്റ് മേടിച്ച് ചെയ്യുന്നതിനെക്കുറിച്ച് എനിക്ക് തീരെ അഭിപ്രായമില്ല. ഈ സിസ്റ്റമൊക്കെ നമ്മളുടെ ഗവൺമെൻറ് കണ്ട് പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കാണുമ്പോൾ ചിലപ്പോൾ എനിക്കറിയില്ല, എറണാകുളം സിറ്റി പോലെയുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള സംവിധാനം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ ഇത് ഒരു കാര്യം ആലോചിക്കണം, ഇത് സിറ്റിയല്ല. ഷിരിഡി എന്ന് പറയുന്നത് ഒരു സിറ്റിയല്ല, ഒരു കോർപ്പറേഷനല്ല, ഒരു മുനിസിപ്പാലിറ്റി പോലുമല്ല. പക്ക ഒരു ഗ്രാമമാണ് ഷിരിഡി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചെറിയൊരു ഇൻഫർമേഷൻ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വേഗം കാണാം. എ ലിറ്റിൽ ബ്രേക്ക് until I come up with the next video. With love, your Science Vlogs. Bye.